Dear students, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയാം സൈക്കസിന്റെ characters ആയിരുന്നു, general characters ആയിരുന്നു. So today we are going to discuss the most important external morphological characters of cycas. നമുക്കറിയാം ഈ ലീഫിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭംഗി എന്താന്ന് വെച്ചാൽ the leaves are pinnately compound, അല്ലേ? This is the naturally they are arranged beautifully, so they are used for different type of ornamental purpose. Even in the marriage houses, even the common functions in the past, we are using this particular type of leaf for arranging different type of entrance. So normally the most of the entrance of a particular program are arranged with the help of this particular leaf. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കും അലങ്കാരങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലീഫ് കൂടിയാണ് ഈ പറയുന്ന സൈക്കസിന്റെ ലീഫ്. ഒന്നാമത്തെ ഇത് ഒരാഴ്ചയോളം നിൽക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ലീഫ്. ഇനി നമ്മൾ പറയേണ്ടത് ഇനി എന്താണ് പ്രധാനപ്പെട്ട ലീഫിന്റെ ക്യാരക്ടേഴ്സ്, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് സൈക്കസ് നോക്കാം. നമുക്ക് സി ദ pinnately compound ആണ് നമ്മൾ പറഞ്ഞു. The leaves are pinnately compound megaphyllous leaves have 80 to 100 pairs of leaflet arranged on the rachis. അല്ലെ, സാധാരണ 80 തൊട്ട് 100 വരെ പേഴ്സ് ഓഫ് ലീവ്സ് ഉണ്ടാവും നമുക്ക് ഒരു പെർട്ടിക്കുലർ റാച്ചസിന്റെ മുകളിൽ. ഒരു ഒറ്റ പെർട്ടിക്കുലർ തണ്ടിൽ ഇത്രമേൽ പേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ലീഫ് ബേസ് ഈസ് rhomboidal in shape and attaches the leaf transversely to the stem. അല്ലെ, സാധാരണ ലീഫിന്റെ ബേസ് എന്ന് പറയുന്നത് rhomboidal in shape ആണ്. That we will show. Then attach the leaf transversely to the stem. സ്റ്റെമ്മുമായിട്ട് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത് നിൽക്കുന്നത്. The leaflets are thick. ലീഫ്ലെറ്റ്സ് എപ്പോഴും തിക്ക് ആയിരിക്കും, ഭയങ്കര തിക്കാണ് ഇതിന്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് പറയും. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ we will after COVID we will do the practical of that particular material. Then which are leathery in texture, ovoid and lanceolate in shape and photosynthetic in function. The most important function of this particular leaf is photosynthesis. Photosynthesis ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട function. So based on this photosynthesis they are producing large number of starch and they are stored in the seed. That is what is called zygostarch. So that zygostarch is very important as far as their economic concept or economic value is concerned. ഇതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലീഫ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കറിയാം ഇതിന്റെ സ്റ്റെം ഈ ലെവലിലാണ് ഉണ്ടാവുക. ഇങ്ങനെ ബേസ് എല്ലാം ഈ ലെവലിൽ അറേഞ്ച് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഇതും കൊഴിഞ്ഞു പോകും. അങ്ങനെ ഇതിന്റെ ഈ ഒരു ബേസിക് തണ്ട് മാത്രം ഉണ്ടാവാം. ഓക്കെ, ദാറ്റ് വി ക്യാൻ സീ ഹിയർ. ഇല്ല, ഇതിന്റെ കോണാണ്. ദിസ് ഈസ് ദ ലീഫ് റാച്ചിസ്. ദിസ് ഈസ് സ്ട്രോങ്. ഇത് പല നമുക്ക് നേരത്തെ കൊടികെട്ടാൻ അടക്കം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റെം as far as the functions are concerned. So this is the basic morphological characters of the particular stem called cycas. Then these are another important figures. This is the normal cone. This is the formation of the cone. This is the starting stage of the new rachis. ഇതിന്റെ ലീഫ് ഉണ്ടാവുന്ന റാച്ചിസിന്റെ ഫോർമേഷൻ ആണ് ഇതൊക്കെ. So all these are some of the most predominant morphological character of the particular gymnosperm. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് ഞാൻ മോർഫോളജി മാത്രം പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ചെടിയുടെ ഒരു രൂപവും ഇതിന്റെ ഒരു വൈവിധ്യവും ഇതിന്റെ ഒരു ബ്യൂട്ടിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ കോണാണ് ഇത്, അതേപോലെ ഇതിന്റെ സീഡ് സ്ട്രക്ചേഴ്സ് ആണ്, അതേപോലെ ഇത് നമുക്കറിയാം ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കോൺ ഫോർമേഷൻ ആണ്. സോ ഓൾ ദീസ് ആർ ദ ബ്യൂട്ടിഫുൾ മോർഫോളജിക്കൽ ഷേപ്സ് ദാറ്റ് പർട്ടിക്കുലർ ദാറ്റ് കൺസേൺഡ് വിത്ത് ദ ജിംനോസ്പെർമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മോർഫോളജി. നമ്മൾ ആകെ കണ്ടിട്ടുണ്ടാവുക ഈ ഇല മാത്രമാണ്. പക്ഷെ ഈ ഇലയുടെ ഉള്ളിലോട്ട് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ we can see the different beautiful morphological characters. Then again we can see the entire structures. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ നോർമൽ ലീഫുകളാണ്. നോർമൽ ലീഫ് you can see here the leaf. അതേപോലെ തന്നെ ലീഫിന്റെ റാച്ചസ്, ഇതിന്റെ ഫോർമേഷൻ, all these are the beautiful structures. When we are observing the particular cone we can see the different structure, that is A, B, C, D, E likewise. Okay, so see this is the seed. ഇതാണ് സീഡ്. ആ സീഡ് നമ്മൾക്ക് പഴുത്തു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ട് അതിനെ പല രീതിയിലുള്ള പർപ്പസിന് ഉപയോഗിക്കും. So this is actually the cone. All these are the beautiful morphological characters of gymnosperm, especially the cycas. This is the seed. ഇത് നമ്മൾ ശരിക്കും ഒരു പാമ്പിനെ പോലെ തോന്നും. ഭയങ്കര ബ്യൂട്ടി ഉള്ള സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓർണമെന്റേഷൻ വരെ, ഓർണമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. And this is the megasporophyll. ഇത് സീഡ് മാറുന്നതാണ്. That we will discuss later. Okay, so this ഈ പറയുന്ന മെഗാസ്പോറോഫിൽ ഇതായി കോണിൽ നിന്ന് ഇതാണ് കോണ്. ഇതിൽ നിന്നാണ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ സീഡ്
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. സീഡിന്റെ ഉള്ളിൽ എൻഡോസ്പേം, എൻഡോസ്പേമിന്റെ ഉള്ളിൽ റിച്ച് ആയിട്ടുള്ള സ്റ്റാർച്ച് ഉണ്ട്. സോ ഓൾ ദീസ് ആർ ദ ഡിഫറെന്റ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് that we can observe during the time of gymnosperm or especially the cycas development. So these are some of the most important beautiful morphological characters of gymnosperm, especially the cycas. The cycas ന്റെ നമ്മൾ പഠിക്കുന്ന cycasന്റെ ഏറ്റവും പ്രധാനപ്പെട്ട morphological features ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. Okay, see, now we can see the normal root of cycas. ഇതാണ് another important structure, that is the normal root of cycas. This is the corollary root. അതൊക്കെ morphologically നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ പറയും. ദെൻ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന്റെ ആകത്തുക? The much branched mass appears like a coral on the soil surface and called corollary root. അപ്പൊ ഇതിന്റെ corollary root വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ആ corollary rootന്റെ പ്രത്യേകത? അതിന്റെ ബ്രാഞ്ചിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കോറൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും on the soil surface, hence it is called corollary root. Do not bear root tip. ഒരിക്കലും അതിന് റൂട്ട് ടിപ്പ് ഒന്നും ഉണ്ടാവില്ല, അല്ലെ? അത് മറ്റൊരു അഡാപ്റ്റേഷൻ ആണ് മറ്റുള്ള ആൾക്കാരെ കയറാതിരിക്കാൻ വേണ്ടി. ദ ക്ലസ്റ്റർ ഹാസ് ലെൻഡിസെൽ ലൈക്ക് അപ്പാരറ്റസ്. ഇതിന്റെ ക്ലസ്റ്ററിലൊക്കെ ഒരു ലെൻഡിസെൽ അപ്പാരറ്റസ് നമുക്ക് കാണാൻ പറ്റും. ലെൻഡിസെൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനാറ്റമിക്കൽ ഫീച്ചർ ആണ് സ്റ്റെമ്മിന്റെ. അതേപോലെയുള്ള ഒരു പർട്ടിക്കുലർ ഫീച്ചർ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ദെൻ ബിക്കം ഇൻഫെസ്റ്റഡ് ബൈ നൈട്രജൻ ഫിക്സ്ഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. സാധാരണ ഇത് പലപ്പോഴും ഈ റൂട്ട് ഇൻഫെസ്റ്റ് ചെയ്യും, ഇൻഫെക്ഷൻ നടക്കാറുണ്ട് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൈനോബാക്ടീരിയ കോൾഡ് the blue green algae. Then bacteria and diatoms, example Nostopinciforme and Anabensi cadasarium. These are the most important blue green algae that we are normally seen in the corollary root. Corollary root in ഉള്ളിൽ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് thus established. അങ്ങനെ ഈ പറയുന്ന ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കാൻ വേണ്ടി നമുക്കറിയാം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ നടക്കും. അപ്പൊ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഈ സൈക്കസിന്റെ റൂട്ടും അതോടൊപ്പം തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗയും തമ്മിൽ നടത്തുന്നു. Then this is the anatomical features of that particular root. We can see the root in detail. See, this is the corollary root. ഇതാണ് ആ corollary root. അതിന്റെ anatomical details ആണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. We can see what are the important characteristic feature of this particular root. Young root show typical structure like that of dicotyledonous root. ഒരു സാധാരണ ഡൈക്കോട്ടിലൻ റൂട്ടിന്റെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ കാണാം, നമുക്ക് ഇതിന്റെ റൂട്ട് ഹെയർ കാണാം, അതേപോലെ തന്നെ ക്യൂട്ടിക്കിള്, എപ്പിഡെർമിസ്, സ്റ്റാർച്ച് കണ്ടെയ്നിങ് പോർഷൻ, ദാറ്റ് ഈസ് ദ പിത്ത് റീജിയൻ, ദെൻ സ്പിറൻ റീജിയൻ, ദെൻ ടാനിൻ സെല്ല് കാണാൻ പറ്റും, ഇന്റർസെല്ലുലർ സ്പേസ്, പെരിസൈക്കിൾ. നോർമലി ഒരു സ്റ്റെമ്മിന് കാണപ്പെടുന്ന എല്ലാ സാധനവും, അതായത് എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, കോർട്ടെക്സ്, സ്റ്റീലാ റീജിയൻ, ഓൾ ദീസ് റീജിയൻ ആർ നോർമലി സീൻ ഇൻ ദ കേസ് ഓഫ് ജിംനോസ്പേംസ് ഓർ സൈക്കസ് ആൾസോ. നോക്കൂ നിങ്ങൾ, ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടേഴ്സ്. ഔട്ടർ മോസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് എപ്പിബ്ലമ എന്നാണ് നമ്മൾ പറയാം. എപ്പിഡെർമിസിന് പകരം എപ്പിബ്ലമ. എൻക്ലോസസ് ദ പാരങ്കൈമാറ്റസ് കോർട്ടെക്സ് ഇന്റർസ്പ്രെഡ് വിത്ത് ടാനിൻ സെൽ ആൻഡ് മ്യൂസിലേജ് കനാൽ. മ്യൂസിലേജ് കനാൽ കാണാൻ പറ്റും, ടാനിൻ സെല്ലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എൻഡോഡെർമിസ് വിത്ത് കാസ്പാരിയൻ തിക്കനിങ്. എൻഡോഡെർമിസിനൊക്കെ ഇവിടെ കാസ്പാരിയൻ തിക്കനിങ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ തിക്കനിങ് ആണ്, നമ്മൾ പണ്ട് അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ട്. Then pericycle is multi-layered with thin cell shaving starch grain. ഈ പറയുന്ന പെരിസൈക്കിളിനുള്ളിൽ സ്റ്റാർച്ച് ഗ്രെയിൻ നമുക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ ദ സ്റ്റാർച്ച് ഗ്രെയിൻ. Then vascular tissue with typically radial vascular bundle ആണ് നമുക്ക് കാണാൻ പറ്റും. റേഡിയൽ ആണ് വാസ്കുലർ ബണ്ടിൽ. ഓക്കെ, അതായത് നമുക്ക് രണ്ട് ടൈപ്പ് വാസ്കുലർ ബണ്ടിൽ കാണാൻ പറ്റും. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിലാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. റൂട്ട് യൂഷ്വലി ഡയാർക്ക് ടു ടെട്രാഗ്, റയർലി പോളിയാർക്ക്. റൂട്ട് യൂഷ്വലി ഡയാർക്ക് ആണ്. സാധാരണ ഡയാർക്ക് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് അതിന്റെ സൈലവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ചില സമയത്ത് ടെട്രാക്ക് ആയിരിക്കും, ചില സമയത്ത് പോളിയാർക്കും ആയിരിക്കാം. വെസൽസ് ആബ്സെന്റ് ഇൻ വാസ്കുലർ ടിഷ്യൂ. വെസൽസ് നോർമലി കുറവാണ് വാസ്കുലർ ടിഷ്യൂസിൽ, ട്രക്കീഡ്സ് മാത്രമേ ഉള്ളൂ. ദെൻ പിത്ത് റെഡ്യൂസ്ഡ് ഓർ ആബ്സെന്റ്. പിത്ത് വളരെ ചെറുതാണ്, നമുക്ക് ഇവിടെ തീരെ സ്റ്റീല റീജിയനിൽ പിത്ത് കാണാൻ പറ്റില്ല. സോ വി ക്യാൻ സീ ദാറ്റ് ദ പിത്ത് ആർ ഹൈലി റെഡ്യൂസ്ഡ് ഓർ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോർമലി ആബ്സെന്റ്. Then in continuation with this, their older root show secondary growth. ഒരു കുറച്ച് ഏജ് ആയിരിക്കുന്ന റൂട്ട് എപ്പോഴും എന്താവും, ഒരു സെക്കൻഡറി ഗ്രോത്ത് കാണിക്കും. Cambial ring is initiated between xylem and phloem and completed by differentiation in inner layer of pericycle adjacent to protoxylem element. ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാട്ടമിയാണ്, ബട്ട് വി മസ്റ്റ് നോ അബൌട്ട് ദ അനാട്ടമി. ചിലപ്പോൾ അനാട്ടമി ചോദിക്കാൻ പരീക്ഷയ്ക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? നോർമലി നമുക്കറിയാം അനാട്ടമിന്റെ ഉള്ളിൽ ഒരു ക്യാമ്പിയം ഉണ്ടാവുമല്ലോ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഇടയ്ക്കുള്ള ആളാണ് ക്യാമ്പിയം. ഈ ക്യാമ്പിയൽ റിംഗ് എന്താകുന്ന പറഞ്ഞിരിക്കുന്നത്? The cambial ring is initiated between xylem and phloem.
അല്ലെ? സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ അടുക്ക് ക്യാമ്പിയൽ റിംഗ് ഇനീഷ്യേഷൻ നടക്കും. പിന്നെയോ സി ആൻഡ് കംപ്ലീറ്റഡ് ബൈ ഡിഫറൻഷിയേഷൻ ഇൻ ഇന്നർ ലെയർ ഓഫ് പെരിസൈക്കിൾ. പെരിസൈക്കിളിനുള്ളിലോട്ട് പോയിട്ട് ഒരു ഡിഫറൻഷിയേഷൻ നടക്കും അഡ്ജസെന്റ് ടു പ്രോട്ടോസൈലം എലമെന്റ്. അത് പ്രോട്ടോസൈലം എലമെന്റിനോട് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. ദിസ് കാമ്പിയൽ സെൽ ആർ മെരിസ്റ്റമാറ്റിക്. ഈ കാമ്പിയൽ സെല്ല് മെരിസ്റ്റമാറ്റിക് ആണ്. And add secondary xylem on the inside and secondary phloem toward the cortex. These cambial cells are meristematic. Cambial cells meristematic ആണ്. And add secondary xylem in the inner side and secondary phloem toward the cortex. Then along the side of phellogen, that is cork cambium, develop on outermost layer of cortex below the epidermis. വളരെ പ്രധാനപ്പെട്ട വേറൊരു ആസ്പെക്ട്സ് ആണ് ഫെല്ലോജൻ എന്ന് പറയുന്നത്. അതായത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്താണ് നമ്മൾ എപ്പിഡെർമിസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് പെരിഡേം, ഫെല്ലോഡേം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ലൈക്ക്വൈസ് വി ക്യാൻ സേ ദാറ്റ് ഹിയർ along the side of the ഫെല്ലോജന്റെ അടുത്ത് develop an outermost layer of cortex below the epidermis. This produce dead cork cell phellum toward the outer side and leaving secondary cortex cell phellum or phellodome on the inside. Lenticels are developed on the old root. അങ്ങനെ സെക്കൻഡറി ഗ്രോത്ത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് ഈ പറയുന്ന ഗ്രോത്ത് നടന്നിട്ടുള്ള കുറച്ച് ഏജ് ആയിരിക്കുന്ന ആ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ. അത് പറഞ്ഞിരിക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ട് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് കൊറലോട്ട് റൂട്ട് ഉണ്ടാവുക. ഈ കൊറലോട്ട് റൂട്ടിന്റെ സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ we can see the section. Then TS of the young stem, this is the young stem, this is the old stem, and this is the coraloid root. So നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന coraloid root മാത്രമായതുകൊണ്ട് we can see this is the normal structure. Here you can see the periderm, outer cortex, then tannin cell, then we can say that ഒരു ആൽഗൽ ലെയർ ഉണ്ടാവും. ഞാൻ പറഞ്ഞിരുന്ന ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. then inner cortex ഇവിടെ കാണാം, endodermis കാണാം, then we can say that pericycle, അതേപോലെ തന്നെ ഫ്ലോയം കാണാം, മെറ്റാസൈലം, then പ്രോട്ടോസൈലം. അങ്ങനെ പ്രോട്ടോസൈലവും ഫ്ലോയും എല്ലാം നമുക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. So this is the anatomical details of Cycas coraloid root. Then anatomy, again we can conclude that what is actually the coraloid root? ചില പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാം, what is coraloid root? Has additional algal zone in the cortex. ഇതാണ് ആൽഗൽ സോൺ. ഒരു പെർട്ടിക്കുലർ ആയിരിക്കുന്ന ആൽഗൽ സോൺ മാത്രം കാണപ്പെടുന്നു ഈ പറയുന്ന റൂട്ടിൽ. that is what is called coraloid root. Cells of algal zone palisade like and form the middle cortex. ഇത് പലപ്പോഴും പാലിസൈഡ് പോലെയാണ് and form the middle cortex. ഇത് സാധാരണ മിഡിൽ കോർട്ടക്സിലാണ് കാണപ്പെടുന്നത്. Then we can see the anatomy of the stem. ഇനി നമുക്ക് സ്റ്റെമ്മിന്റെ അനാട്ടമി നോക്കാം. ഇതാണ് നോർമൽ സ്റ്റെം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ കാണാം, അതേപോലെ തന്നെ പ്രൈമറി സ്ട്രക്ചറും, ദാറ്റ് ഈസ് ഫസ്റ്റ് റിംഗ്, then secondary ring. So we can see the different ring. Then what is actually the anatomy of the stem? സ്റ്റെം പറയാൻ നമുക്കറിയാം വളരെ സ്ട്രോങ് ആയ ഒരാളാണല്ലോ സ്റ്റെം എന്ന് പറയുന്നത്. We can see this is actually the stem. ഇത്രയും സ്ട്രോങ് ആയ ഒരാളെയാണ് നമ്മൾ അനാട്ടമിക്കലി പഠിക്കുന്നത്. ഇവിടെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് ഒറിജിനൽ പ്ലാന്റിന്റെ സ്ട്രക്ചർ ആണ്. റിഡിൽ വാസ്കുലർ ടിഷ്യൂ കാണാം, നോ വാസ്കുലർ ടിഷ്യൂ, then youngest vascular cylinder, oldest vascular, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രക്ചറും നമുക്കിത് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഇതിന്റെ അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ്. ഷോ എ ഇറഗുലർ ഔട്ട്ലൈൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലീഫ് ബേസ്, therefore epidermis is not continuous. അല്ലെ, എപ്പോഴും എപ്പിഡെർമിസ് എന്താണ് നോട്ട് കണ്ടിന്യൂസ്. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലീഫിന്റെ ബേസ് കാണാൻ പറ്റും. ആ റാച്ചിസ് ഇവിടെ ഇങ്ങനെ ബേസിൽ ഇങ്ങനെ വളരെ ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് we cannot predict the normal structure. Broad cortex is transversed by simple and girdle leaf traces. ഇവിടെ ബ്രോഡ് ആയിരിക്കുന്ന കോർട്ടെക്സ് കാണാൻ പറ്റും, അതിന്റെ ഉള്ളിലൂടെ സിമ്പിൾ ആൻഡ് ഗേർഡിൽ ലീഫ് ട്രേസ് നമുക്ക് കാണാൻ പറ്റും. ന്യൂമറസ് മ്യൂസിലേജ് കനാൽസ്, സ്റ്റാർച്ച് ഗ്രെയിൻസ് ആൾസോ പ്രസന്റ്. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാർച്ച് ഗ്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ന്യൂമറസ് ആയിരിക്കുന്ന സ്റ്റാർച്ച് ഗ്രെയിൻസ് we can see. The narrow zone of vascular tissue having open, vascular tissue എന്താണ്? ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ കാമ്പിയം ഫ്ലോയും ഒക്കെ ഉള്ളതാണ്, സൈലം ഒക്കെ ഉള്ളതാണ് ഓപ്പൺ. ആൻഡ് എൻഡാർക്ക് എന്ന് വെച്ചാൽ സൈലം ടുവേർഡ് ദി മിഡിൽ ഓർ ദ കോർട്ടെക്സ്, ഈ പർട്ടിക്കുലർ സെന്റർ. ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ റിംഗ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ വൈഡ് മെഡുലറി റേസ്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദേ ആർ എൻഡാർക്ക് ആൻഡ് വിച്ച് ആർ വൈഡ്ലി അറേഞ്ച്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡുലറി റേസ്. പിത്ത് ഈസ് ലാർജ്. ഇവിടെ പിത്ത് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് എ ലാർജ് പിത്ത്. പാരങ്കേമാറ്റസ് ആണ് നമുക്ക് കാണാൻ പറ്റും, പാരങ്കേമയാണ്. then shaving mucilage canals and starch grain. ഇവിടെ mucilage canalum starch grain ഒക്കെ നമുക്ക് കാണാൻ പറ്റും. So this is the basic structure of the stem of Cycas. This is the normal structure.
So we can see the old stem and woody stem of the particular cycas. So the remaining part will discuss.